ഇവിടെ നിലവിൽ നടക്കുന്നത് മുഴുവൻ ആത്മഹത്യയാണ്. ഞാൻ എൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിൽ ഒരു ആത്മഹത്യയിലേക്ക് തുനിയുന്നില്ല എന്ന് മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രാവശ്യം തിരുവനന്തപുരത്തും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസറുമായിട്ട് ഫയലുകളുടെ കാര്യം അന്വേഷിച്ച് എപ്പോഴും ചെല്ലും. അപ്പോൾ യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നടന്ന് ഒരു വഴിയായി. ഒരൽപ്പം കരുതലും ദയയും മാത്രമേ സർക്കാരിൽ നിന്ന് സജി ആഗ്രഹിക്കുന്നുള്ളൂ. ഫയലുകളെല്ലാം വേഗം ശരിയാകും എന്നുള്ളൊരു ധാരണയാണ് എനിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരമൊക്കെ വന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു രീതിയിലും അനുകൂലമായൊരു നിലപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്തു കാണുന്നില്ല എന്നുള്ള സത്യം. 2 വർഷം സർവീസ് ചെയ്ത ഒരു ഗവൺമെൻറ് ജീവനക്കാരന്, ഒരു മന്ത്രിയുടെ PO ആരായാലും അവർക്ക് ശമ്പളവും പെൻഷനും കിട്ടുന്ന കാലത്താണ് 23 വർഷം ജോലി ചെയ്ത ഒരാൾക്ക് പെൻഷനും അർഹതയില്ല, ശമ്പളത്തിന് അർഹതയുണ്ടെന്ന് ഉത്തരവിടുന്നത് ഏത് നീതിയുടെ ന്യായത്തിൻ്റെ വശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2001 കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലൈബ്രറിയനായി സജി ജോലിയിൽ പ്രവേശിച്ചത്. നിയമസഭ പാസാക്കിയ സ്പെഷ്യൽ റൂൾസ് അനുസരിച്ചായിരുന്നു നിയമനം. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെട്ട കമ്മിറ്റിയാണ് അഭിമുഖം നടത്തിയത്. എന്നാൽ തസ്തിക സൃഷ്ടിച്ചിട്ടില്ലെന്ന വാദമുയർത്തി സർക്കാർ നിയമനത്തിന് അംഗീകാരം നൽകിയില്ല. ഇതേ തുടർന്ന് ആദ്യ 7 വർഷത്തോളം ശമ്പളമില്ലാത്ത സ്ഥിതി. അന്ന് തുടങ്ങിയതാണ് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ, ഒപ്പം നിയമ പോരാട്ടവും. 2003 മുതൽ ഞാൻ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് എനിക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കുകയും ചെയ്തു. ശമ്പളം കിട്ടണമെന്ന് മാത്രമല്ല, ലൈബ്രറിയൻ എന്ന തസ്തിക ഹയർ സെക്കൻഡറിയിലെ അധ്യാപകർക്കും ലാബ് അറ്റൻഡേഴ്സിനും എല്ലാ തസ്തികകൾക്കും സമാനമാണ്. ഒരു തസ്തികയും ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട. സ്പെഷ്യൽ റൂൾസ്, സ്റ്റാറ്റ്യൂട്ടറി റൂൾസ് ഉള്ളപ്പോൾ വേറൊരു എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് കോടതിയുടെ ഉത്തരവ്. സർക്കാർ ഇതിനെ ഒരു സമയം ആവശ്യപ്പെട്ട് അനുവാദം ഇത് കൊടുക്കുന്നതിന് തടസ്സമില്ലെന്നാണ് സർക്കാർ പറഞ്ഞത്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തപ്പോൾ ശമ്പളം കൊടുക്കാതെ ഇനി ഈ കേസ് പരിഗണിക്കില്ല എന്നാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22/10/2008 മുതൽ എനിക്ക് ശമ്പളം കിട്ടി. അതിനുശേഷം സുപ്രീം കോടതി പോയി. അതിനുശേഷം എനിക്ക് അനുകൂലമായ വിധിയായപ്പോൾ സർക്കാർ സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായും സർക്കാരിന് എൻ്റെ SLP തള്ളിക്കൊണ്ട് ഉത്തരവിടുകയും തൊട്ട് പിന്നാലെ എന്നെ ടെർമിനേറ്റ് ചെയ്ത് ഉത്തരവിട്ടു. ആ ടെർമിനേഷൻ ഉത്തരവിന് ജസ്റ്റിസായിരുന്ന KT ശങ്കര സാറ് അതിന് സ്റ്റേ തരികയും ആ സ്റ്റേയിന്മേൽ കേസ് നടക്കുകയും 2022 PV കുഞ്ഞിക്കൃഷ്ണൻ സാറ് അനുകൂലമായ ഒരു ഉത്തരവിടുകയും ചെയ്തു. ആ അനുകൂലമായ ഉത്തരവ് നടക്കാതിരുന്നപ്പോൾ 2024 കോട്ടലക്ഷ്യം ഫയൽ ചെയ്തു. അപ്പോൾ തുടർച്ചയായിട്ട് എന്നെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു പ്രവണതയാണ് കോടതിയിലൂടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കേസും തനിക്ക് അനുകൂലമാകുമ്പോൾ സർക്കാരിന് വക അപ്പീൽ വരും. അതും അതിജീവിച്ചാൽ സർക്കാർ സംവിധാനം വിലങ്ങുതടിയായി നിൽക്കും. 2008 മുതൽ വിരമിക്കുന്ന 2024 വരെ നിയമപോരാട്ടത്തിന്റെ താങ്ങിൽ സജിക്ക് ശമ്പളം കിട്ടി. 16 വർഷമായി ശമ്പളം വാങ്ങുന്നയാളാണെന്നത് കണക്കിലെടുത്ത് പ്രത്യേക കേസായി പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് ഏറ്റവും ഒടുവിൽ കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ വിരമിക്കുന്നതുവരെ ശമ്പളം നൽകാമെന്നും തസ്തികയും മറ്റും ഇല്ലാത്തതിനാൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്നുമായിരുന്നു സർക്കാർ തീരുമാനം. ഇതിനെതിരെ വീണ്ടും കോടതിയെ സമീപിച്ചതിനൊപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് അപ്പീൽ നൽകി കുരുക്കഴിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ സജി. ഇതാണിപ്പോൾ ഏറ്റവും ഒടുവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്ത അപ്പീൽ അല്ലേ? അതെ. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയുള്ള സജിയുടെ ദുരിത ജീവിതം ഇപ്പോഴും തുടരുകയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അധികാരികളുടെ കനിവിനായി കാക്കുകയാണ് അദ്ദേഹം. സർക്കാർ സിസ്റ്റം ഇനിയെങ്കിലും തനിക്ക് നേരെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം S. ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.